ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ ഗ്രാമം കൊച്ചു ഗ്രാമമാണ്, ഇലവൻകോണം എന്ന് പറയും. അപ്പോൾ അവിടെ തോടും അതേപോലെ വയലും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എത്രത്തോളം ശക്തമായി ഭയങ്കര മഴയായിരുന്നു. അത് എത്രത്തോളം പെയ്തു എന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ തോടൊക്കെ നിറഞ്ഞ് ഒഴുകി ഭയങ്കര ഒഴുക്കായിരുന്നു കേട്ടോ. കുറേ തോടുണ്ട്. നമ്മൾ ലാസ്റ്റിൽ തോട് വന്നിട്ട് കണ്ടോ, ഞാൻ എനിക്കിങ്ങനെ തോടൊക്കെ കാണുമ്പോൾ അതിനൊക്കെ നിൽക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല തണുപ്പായിരുന്നു കേട്ടോ, വെള്ളം ഭയങ്കര തണുപ്പായിരുന്നു. നമ്മൾ ലാസ്റ്റിലാണ് വന്നത്. ലാസ്റ്റ് തോടാണിത്, ലാസ്റ്റ് പാലമാണ്. അപ്പോൾ അവിടെ വന്നപ്പോൾ ഇത് കട്ടായിപ്പോയിരുന്നു, എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വെച്ച് ബേക്കിൽ നിന്ന് നമുക്കെടുത്ത് തുടങ്ങാം. അങ്ങനെ ആ തോട് കഴിഞ്ഞ് അടിപൊളി തോടായിരുന്നു, ഭയങ്കര നീല വെള്ളമായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഭയങ്കര കഷ്ടപ്പാടാണ്, കാരണം നമ്മൾ ഈ ഇടവഴി കൂടെ ഒന്നും നടക്കാൻ പറ്റില്ല. ഫുള്ള് കാട് പിടിച്ച് കിടക്കണം. അഥവാ അവർ വൃത്തിയാക്കണമെങ്കിൽ പകുതി വൃത്തിയാക്കിയിട്ട് ബാക്കി വൃത്തിയാക്കത്തില്ല. അങ്ങനെ രീതിയിലത്തേക്കാണ് ഇങ്ങനെ കാട് പിടിച്ച് കിടക്കണമെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ്. ഇതേ കണ്ടോ, ഈ തോട്ടിൽ ഇഷ്ടം പോലെ ഒഴുക്കൊണ്ട് അടിപൊളി ഒഴുക്കായിരുന്നു. ഞാൻ ചെറുതായിട്ട് കാലൊക്കെ നനച്ച് ഗൈസ്. ഇപ്പം എൻ്റെ ചെരുപ്പ് അതിനകത്ത് പോയാണ് ഗൈസ് പറയും. ഓക്കെ, അങ്ങനെ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ ഇത്രയും കാട് കയറി കിടക്കുന്നത് നല്ല ഭംഗിയാണ്. എന്നാലും അതിൻ്റെ ഇടയ്ക്ക് പന്നിയും അതേപോലെ മൃഗങ്ങളൊക്കെ വന്നിരുന്ന് ഉപദ്രവിക്കാറൊക്കെ ഉണ്ട്. അങ്ങനെ വന്നിരിക്കും പന്നിയൊക്കെ, ഇതിൻ്റെ ഇടയ്ക്കൊക്കെ വന്നിരിക്കും. നമ്മൾ അറിയത്തില്ല, രാത്രി ഇങ്ങനെ നടന്നു പോകണമെങ്കിൽ. അങ്ങനെ സൈഡിലൊക്കെ ഉള്ള തോടൊക്കെ ഫുള്ളും നിറഞ്ഞിരിക്കുകയാണ്. പിന്നെ അതെ, അച്ചാമ്മയുണ്ട് അവിടെ. മൊത്തം ചെളിക്കെട്ടൊക്കെ ആയിട്ട് എടുക്കണം. കണ്ടോ, ഈ തോട്ടിലുള്ള വെള്ളം നീല വെള്ളമാണ്, നീല കളറിലുള്ള വെള്ളമാണ്. ആ വെള്ളം മൊത്തം കരയിലൊക്കെ കയറി കേട്ടോ. നിങ്ങൾക്ക് ക്യാമറ തന്നെ കാണാൻ പറ്റും. വെള്ളം മൊത്തം കരയിൽ കയറി. നമ്മളിപ്പോൾ മരക്കമ്പം പണ്ട് ഇവിടെ നെല്ലും അതേപോലെ ഗോതമ്പൊക്കെ കൃഷിയായിരുന്നു. ഇപ്പോൾ ഇവിടെ തെങ്ങും വാഴയും ചേനയും ചേമ്പും അങ്ങനെയുള്ള കൃഷികൾ, ഈ മരക്കമ്പും അങ്ങനെയുള്ള. കണ്ടോ വെള്ളം കരയിലോട്ട് കയറി തുടങ്ങി. പിന്നെ ഒരു തോട് കാണിച്ചു തരാം. ആ തോടെന്ന് വെച്ചാൽ ഇപ്പം ഈ ചെറുതായിട്ടൊക്കെ മഴ പെയ്തപ്പോൾ ചെറുതായിട്ട് ഒരു പോലും വെള്ളമൊക്കെ വന്ന് കിടന്ന തോട് ഇപ്പം നോക്കണേ, ഈ പരുവായി ഗൈസ്. അടിപൊളി കാഴ്ചകളാണ്. പിന്നെ ഞാൻ മല്ലൂസിങ്ങിൻ്റെ ഒരു ഷൂട്ട് എടുത്ത് മാവ് കാണിച്ചു തരാം. ദേ ഇപ്പം കാണിക്കും. അപ്പോൾ ഗൈസ്, ഞാൻ മല്ലൂസിങ് ഈ മാവില്ലേ, ഈ മാവിൻ്റെ താഴെയാണ് ഞാൻ മല്ലൂസ് മൂട്ടിലാണ് ഞാൻ മല്ലൂസിങ് മൂവിയുടെ ഒരു ഷൂട്ട് എടുത്തിട്ടുള്ള പാട്ടാണ്, ഡാൻസ്. ആ ഡാൻസ് എടുത്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാതെ ജസ്റ്റ് ഒന്ന് കണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ആ മാവിൻ്റെ മുക്കിൽ എൻ്റെ അച്ഛാമ്മയും അതേപോലെ കൂട്ടുകാരികളും എല്ലാവരും കൂടെ പണ്ട് ഓണത്തിന് അവിടെയാണ് ഊഞ്ഞാലും, ആ മാവിൻ്റെ മുട്ടിലാണ് എല്ലാ കാര്യങ്ങളും, കളിക്കും, ഊഞ്ഞാൽ എല്ലാം അവിടെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അവിടെ ഒരു വീടൊക്കെ വന്നിട്ട്, ഒരു മാമിൻ്റെ വീടൊക്കെ വന്നു. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് ജലദോഷം ഉണ്ട്, അതുകൊണ്ടാണ് എൻ്റെ ശബ്ദം മാറിയിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ ഒരു വീട് വന്നു. അതിൻ്റെ ബേക്കിലൊക്കെ ഇഷ്ടംപോലെ വീടൊക്കെ ഉണ്ട്, അങ്ങോട്ട് വീഡിയോ ഉണ്ട്. ഞാൻ അമ്പലത്തിൽ പോകുന്ന വീഡിയോ ഇട്ടില്ലേ, അപ്പോൾ ഈ വഴിയല്ല, ഈ മാവൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്, വയലും ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ആ വീഡിയോയിൽ വളരെയധികം വെള്ളം കുറവായിരുന്നു, ഇപ്പോഴാണ് കൂടി ഭയങ്കര ഒഴുക്കൊക്കെ ആയത്. അത് ഈ വീട് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഒരു വാതിൽ പോലെ ഞാൻ പറഞ്ഞില്ലേ, വാതിൽ പോലെ അതിനകത്തുണ്ടായിരുന്നു. ഇതോ ആ സൈഡിൽ ഞാൻ കാണിച്ചിട്ടുണ്ടോ, നിങ്ങൾ നോക്കാം. ഞാൻ ഇങ്ങനെ കൈ ചൂണ്ടി കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അച്ഛനൊക്കെ ഇവിടെ പണ്ടിങ്ങനെ കളിച്ച് വളർന്ന സ്ഥലമാണ്. ഇവിടെ ജനിച്ചത്. പിന്നെ തിരുവനന്തപുരം വെള്ളനാടാണ് വളർന്നതൊക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ അടുത്ത തോടും. ഇവിടെ നമ്മളെ ഗ്രാമത്തിൽ 2 കുളമുണ്ട് കേട്ടോ. അവിടെ മീനൊക്കെ ഉണ്ട്. മീനൊക്കെ ചിലരൊന്നും പിടിച്ചിട്ടുണ്ടാക്കും. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം ഇതിനകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ, ഒരു വലിയ കുളമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുറേ തോടൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ വെള്ളം ഒഴുക്കുള്ള തോടാണ് കേട്ടോ. പിന്നെ നമ്മളെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു തോടുണ്ട്. ആ തോടിൽ ഭയങ്കര ഒഴുക്കെന്ന് വെച്ചാൽ നമുക്ക് കയറി നീന്താം. അത്രയ്ക്ക് വീതി കുറവാണെങ്കിൽ നമുക്ക് കയറി അതിനകത്ത് നീന്താം. നമ്മളതിൻ്റെ കാല് വെച്ചാൽ കാല് ഒഴുകിക്കൊണ്ട് പോകുന്ന രീതിയിലാണ് വെള്ളം അതിനകത്ത് കിടക്കുന്നത്. ക്യാമറ കാണിച്ചിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് കാണുമ്പോൾ അത്ര ഒറിജിനലായിട്ട് തോന്നത്തില്ല. ഒറിജിനലായിട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതേ കണ്ടോ. നമ്മൾ നേരത്തെ ആ മാവിൻ്റെ മൂട്ടി നിന്നിട്ടാണ് പറഞ്ഞത്, ഇങ്ങനെ കളിക്കും, ഊഞ്ഞാലൊക്കെ ഇടുന്നു. അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പാലം കണ്ടോ, ഈ പാലവും ഞാൻ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഈ കുമ്പിൾ ശിവപാർവതി ക്ഷേത്രത്തിൽ പോകുമ്പോൾ ആ പാലമൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്, ഇതിലേക്ക് പോകുന്നൊക്കെ പറഞ്ഞിട്ട്. അതിൻ്റെ അടിയിൽ തോടുണ്ട്. ആ തോടിൽ നിന്ന്, ആ തേരിയിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്ന് ഇതിൻ്റെ അടിയിൽ കൂടെ പോയാണ് ആ തോട്ടിൽ വരുന്നത്. നമ്മുടെ അച്ഛമ്മ ഇവിടെ ഉണ്ട്. ഞാൻ ഇങ്ങനെ അവിടെ നമ്മൾ ഇടവഴിയിൽ വെള്ളം ഉണ്ട് കേട്ടോ, അതിൽ നിന്ന് ചാടിപ്പോയി ഗൈസ്. അപ്പോൾ ബേക്കിൽ അച്ഛമ്മയുണ്ട്. ഞങ്ങൾ ഭയങ്കര കഷ്ടപ്പാടാണ്, കാരണം
ഭയങ്കര ചെളിയും അതേപോലെ ഉള്ള ഒരു അവസ്ഥയിലാണ് ഗൈസ് നമ്മൾ നിൽക്കുന്നത്. ഇതാണ് നമ്മളെ വീട്. അപ്പോൾ നമ്മുടെ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും എൻ്റെ വലിയച്ഛനും അപ്പയൊക്കെ വളർന്ന വീടാണിത്. അപ്പോൾ ഇതാണ് സത്യം പറഞ്ഞാൽ ഇതാണ് നമ്മുടെ തറവാട് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, നമ്മുടെ വീട്ടിൻ്റെ സൈഡിൽ ഒരു വഴിയുണ്ട്. ആ വഴി കൂടെ ഇറങ്ങിപ്പോയ തോടാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന തോടാണ്. അവിടെ ഭയങ്കര കല്ലൊക്കെ വെച്ചിട്ടുള്ളതാണ്. ഒന്ന് കാല് തെറ്റി അപ്പത്തെ വന്നു ഗൈസ്. അപ്പോൾ ഗൈസ് കണ്ടോ, ഇതാണ് ഞാൻ നേരത്തെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ തോട്, നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലുള്ള. ഇത് ചെറുതായിട്ട് കൈയൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെ ആക്കി കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ആ തോട്ടിൽ വെള്ളമൊക്കെ തോന്നുന്നത്. പിന്നെ നമ്മൾ ഇതിലേക്കൂടെ കുളം കാണാൻ വേണ്ടിയിട്ട് പോയി. അതിലേക്കൂടെ തന്നെ കയറി വന്നിട്ട് സൈഡിൽ കൂടെ അങ്ങ് പോയാൽ മതി. പോയപ്പം സൂര്യകാന്തി ഉണ്ടായിരുന്നു, ഞാൻ അത് പറിച്ചു ഗൈസ്. പിന്നെ അവിടെ മൈലാഞ്ചി മരം ഉണ്ട് കേട്ടോ. ഞാൻ കാണിക്കുന്നുണ്ട് വീഡിയോയിൽ. ഇതേ കാണിച്ച അവിടെ ഒരു പുളി ഇല പോലെ തോന്നിയിട്ടുണ്ടോ ഗൈസ്? അതിൻ്റെ സൈഡിലോട്ട് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഇത് വലുതാക്കിയിട്ടില്ല, മൂവ് ചെയ്തിട്ടില്ല. ഇതേ കണ്ടോ, ഇതാണ് നമ്മുടെ മൈലാഞ്ചി. ഏതാണ്? ഞാൻ ഇപ്പോൾ ചൂണ്ട് കാണിച്ചതാണ് മൈലാഞ്ചി. സെറ്റാണ് കേട്ടോ. ഇതേതാണ് മൈലാഞ്ചി വരും. ഇത് തിരിച്ചു വന്നപ്പോൾ ഒരു പാലം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ കിടക്കുന്ന കോലങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മളിവിടെ നമ്മളിവിടെ വന്നിട്ട് തന്നെ കുറേ നാളായി. ഈ വഴി കൂടെയൊക്കെ നടന്നിട്ട് കുറേ നാളായി പറഞ്ഞില്ലേ. അപ്പോൾ ഇതിലേക്കൂടെയൊക്കെ വന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത് അവിടുത്തെ പാലം എല്ലാം പൊട്ടിയിട്ട് ഭയങ്കര, നമ്മൾ ഈ പുഴയില്ലേ, പുഴേൻ്റെ അത്ര ഒഴുക്കായിട്ട് ഇത് കിടക്കുകയാണ്. പാലം മൊത്തം പൊട്ടി കിടക്കുകയാണ്. വഴി കൂടെ പോയപ്പോൾ ഗൈസ് ഒരു പാറയുണ്ട്. പണ്ടാരും ആ പാറയിൽ വെടിവെച്ചെന്നാണ് എൻ്റെ അച്ഛൻ പറഞ്ഞത്. അത് ഞാൻ അന്നൊന്നും ഇല്ലായിരുന്നു. അപ്പം എൻ്റെ അച്ഛമ്മയാണ് പറഞ്ഞത്. പോയപ്പോൾ ചെമ്പരത്തിപ്പൂവ് അങ്ങനെയുള്ള കാഴ്ചകൾ. പിന്നെ അവിടെ ഇതാണ് കുളം. അപ്പോൾ ഗൈസ് ഇതാണ് കുളം. അപ്പോൾ ഇതാണ് നമ്മളെ തോട്. ഇത് കുളം കണ്ടല്ലോ, ഇതാണ് ഞാൻ നേരത്തെ കാണിക്കാമെന്ന് പറഞ്ഞ കുളം. 2 കുളമുണ്ട്, പക്ഷെ മറ്റേ കുളം വറ്റിയോണ്ടാണ് കാണിക്കാത്തത്. ചെറുതായിട്ട് പകുതിയോളം വറ്റി. ഇഷ്ടംപോലെ ഒഴുക്കുണ്ടായിരുന്നു ഗൈസ്. ഓക്കെ, ഇതേ കണ്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. ടാറ്റാ.